എക്കോളജിയുടെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഊർജപ്രവാഹവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പെട്ടെന്ന് നമുക്ക് നോക്കാം. ആവാസ വ്യവസ്ഥയുടെ ഊർജ സ്രോതസ് സൂര്യനാണ്. 1% സൂര്യപ്രകാശം മാത്രമാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായി ആഗിരണം ചെയ്യുന്നത്. 95 മുതൽ 99% വരെ സൂര്യപ്രകാശം നഷ്ടമാകുന്നു. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. കൺവേർഷൻ ഓഫ് സോളാർ എനർജി ഇൻറ്റു ലൈറ്റ് എനർജി. ആ ലഭിക്കുന്ന ഊർജത്തിന്റെ 50% സസ്യങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും 50% കലകളിൽ സംഭരിക്കുകയും ചെയ്യും. ആവാസ വ്യവസ്ഥയിലെ മറ്റു ജീവജാലങ്ങൾ സസ്യങ്ങളുടെ ഈ കലകളിൽ സംഭരിക്കപ്പെടുന്ന ഊർജത്തെ ആശ്രയിക്കുന്നു. 10% ലോ എന്നറിയപ്പെടുന്ന 10% ലോയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ബോർഡിൽ നോക്കുക, 1% ലോ. എന്താണ് ഈ 1% ലോ? അങ്ങനെ ഒരു നിയമമില്ല. നമ്മളത് പഠനത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്. സൂര്യനാണല്ലോ ഊർജത്തിന്റെ ഉറവിടം. ആ ഊർജത്തിന്റെ അൾട്ടിമേറ്റ് സോഴ്സായ സൂര്യപ്രകാശത്തിൽ നിന്ന് വെറും 1% മാത്രമാണ് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നത്. ട്രാപ്പിംഗ് ഓഫ് ലൈറ്റ് എനർജി. സൗരോർജത്തിന്റെ 1% മാത്രം സസ്യങ്ങൾ ആഗിരണം ചെയ്യുകയും 95 മുതൽ 99% വരെ പാഴായി പോവുകയും ചെയ്യും. എന്തിനാണ് അവർ ഈ സൂര്യപ്രകാശത്തിനെ ആഗിരണം ചെയ്യുന്നത് നമുക്കറിയാം. ഫോട്ടോസിന്തസിസിന് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിനാണ്. ലൈറ്റ് എനർജിയെ, സോളാർ എനർജിയെ കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നതാണ് ഫോട്ടോസിന്തസിസ് എന്ന് നമുക്കറിയാം. അപ്പോ സൗരോർജത്തിനെ രാസോർജമാക്കി മാറ്റി കലകളിൽ സൂക്ഷിച്ചു വെക്കുക. ഈ ഫോട്ടോസിന്തസിസിന് വേണ്ടി സ്വീകരിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ 1% മാത്രം സസ്യങ്ങൾ സ്വീകരിക്കുകയും 95 മുതൽ 99 വരെ പാഴായി പോവുകയും ചെയ്യും. അതേസമയം ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസോർജത്തിന്റെ കെമിക്കൽ എനർജിയുടെ 50% സസ്യങ്ങൾ ഇലകളിൽ സംഭരിക്കുമ്പോൾ, കലകളിൽ സംഭരിക്കുമ്പോൾ, ഇലയോ കലയോ കായോ വേരോ പഴമോ എന്തോ ആവട്ടെ അതിൽ സംഭരിക്കുകയും ബാക്കി 50% അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾക്കായി അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോ സൗരോർജത്തിനെ രാസോർജമാക്കി മാറ്റി ആ രാസോർജത്തിന്റെ 50% അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ബാക്കിയുള്ള 50% നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന കിഴങ്ങാണെങ്കിൽ കിഴങ്ങിലേക്ക്, ധാന്യമാണെങ്കിൽ ധാന്യത്തിലേക്ക്, ഇലയാണെങ്കിൽ ഇലയിലേക്ക്, പൂവാണെങ്കിൽ പൂവിലേക്ക് മാറ്റും. ഇത് കഴിക്കുന്ന അടുത്ത ട്രോഫിക് ലെവലിലെ ജീവിയായ ഈ പഴം കഴിക്കുന്ന അല്ലെങ്കിൽ ഈ ഇല കഴിക്കുന്ന മുയലിനെ സംബന്ധിച്ചിടത്തോളം ആ മുയലിൽ അതിന്റെ ഈ 50% ജൈവപിണ്ഡം ആരിലേക്ക് എത്തുന്നു? മുയലിലേക്ക് എത്തുന്നു. പക്ഷേ ആ എത്തുന്നതിന്റെ 90%വും അത് അതിന്റെ ജീവൽ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. എന്തൊക്കെയായിരിക്കാം ജീവൽ പ്രവർത്തനങ്ങൾ? സഞ്ചാരമാകാം, ഓട്ടമാകാം, ചാട്ടമാകാം, ശ്വസനമാകാം, ദഹനമാകാം, കാഴ്ചയാകാം. അത്തരം പ്രവർത്തനങ്ങൾക്കായി 90% ഉപയോഗിക്കുകയും വെറും 10% മാത്രം മുയലിന് തന്റെ കലകളിൽ സംഭരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. only 10%. ഇതിനെയാണ് 1942 റൈമണ്ട് ലിൻഡേമാൻ സൂചിപ്പിച്ച 10% ലോ, 10% ലോ. വളരെ പ്രശസ്തമായ ഒരു കണ്ടെത്തലാണ് റൈമണ്ട് ലിൻഡേമാൻ 1942 നടത്തിയ 10% ലോ. ആ 10% ലോ ഇങ്ങനെയാണ് അതിന്റെ സൂചന വരുന്നത്. 50% കലകളിൽ സംഭരിക്കുന്ന സസ്യങ്ങൾ ആ സസ്യങ്ങളെ ഭക്ഷണമാക്കുന്ന മറ്റു ജീവജാലങ്ങളിലേക്ക് ഈ 50ന്റെ 90% ജീവൽ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുമ്പോൾ വെറും 10% മാത്രമാണ് അവർക്ക് സംഭരിക്കാനായി സാധിക്കുന്നത്. അതുകൊണ്ട് 90%വും ജീവൽ പ്രവർത്തനങ്ങൾക്കായി പാഴായി പോവുകയോ ഉപയോഗിക്കപ്പെടുകയോ ചെയ്യുന്നു. അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ഈ റാബിറ്റിനെ, ഈ മുയലിനെ ഭക്ഷണമാക്കുന്ന കുറുക്കനും ഇതേ അവസ്ഥ തന്നെ സംജാതമാകും. ആ 10%ത്തിന്റെ 90% വേസ്റ്റായി പോവുകയോ യൂട്ടിലൈസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ
വെറും 10% മാത്രമാണ് കുറുക്കന്റെ ശരീരത്തിലേക്ക് ശേഖരിക്കപ്പെടുന്നത്. ഇതാണ് ലിൻഡെമാന്റെ വിശ്വപ്രസിദ്ധമായ 10% ലോ എന്ന് പറയുന്നത്. സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ 50% ജീവൽ പ്രവർത്തനങ്ങൾക്കും 50% കലകളിൽ സംഭരിക്കുകയും ചെയ്യും. ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് നോക്കുക. 10% ലോയിലൂടെ 1942 ലിൻഡെമാൻ പറഞ്ഞു വെക്കുന്നത് 10% മാത്രമാണ് മറ്റു ജീവജാലങ്ങൾക്ക് കലകളിൽ സംഭരിക്കാൻ സാധിക്കുന്നത്. അതിനാൽ ഭൂരിഭാഗം ഭക്ഷ്യശൃംഖലകളും ചെറുതായിരുന്നാൽ മാത്രമേ ഊർജത്തിന്റെ നഷ്ടം കുറയ്ക്കാൻ സാധിക്കൂ. ആദ്യ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു, എന്തുകൊണ്ട് ഭൂമിയിലെ ഭക്ഷ്യശൃംഖലകളെല്ലാം ചെറുതാകണം, തീരെ ചെറുതായിരിക്കണം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സസ്യങ്ങളിൽ നിന്ന് 50% കലകളിൽ സംഭരിക്കുന്ന ഊർജം അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ, ഒരു മാംസഭുക്കിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സസ്യഭുക്കിലേക്ക് പോകുമ്പോൾ അതിന്റെ 90% അത് ജീവൽ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുകയും വെറും 10% മാത്രം കലകളിൽ സംഭരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് കോഴിയിറച്ചിയാണെങ്കിൽ ആ കോഴിയിറച്ചിയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഊർജത്തിന്റെ 90% ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുമ്പോഴും എൻ്റെ ശരീരം നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളുടെയും ഓട്ടത്തിൻ്റെയും ചാട്ടത്തിൻ്റെയും ഭാഗമായി 90% നഷ്ടപ്പെടുകയും എൻ്റെ ശരീരത്തിൽ വെറും 10% മാത്രം സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ലിൻഡെമാൻ പറയുന്ന 10% ലോ. അപ്പോൾ നോക്കൂ, 4-5 കണ്ണികളായി ഭക്ഷ്യ ശൃംഖലയിലേക്ക് 3 പോയിന്റ് 4 പോയിന്റ് 5 പോയിന്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ 1, 2, 3 പോയിന്റ് ആയപ്പോൾ തന്നെ ഇത്രയും ഊർജം നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. അതേസമയം ഇതിലിനി 2 പേര് കൂടി വരികയാണെങ്കിൽ ഈ 10%ന്റെ 90 വെച്ച് വീണ്ടും പൊക്കോണ്ടിരിക്കുകയും അവസാനം ഡെസിമൽ വാല്യൂവിലേക്ക് ഊർജത്തിന്റെ അളവ് ചെന്നെത്തുകയും ചെയ്യും. അതുകൊണ്ട് എല്ലായ്പ്പോഴും എപ്പോഴും ഭക്ഷ്യശൃംഖലകൾ ചെറുതായിരുന്നാൽ ഊർജനഷ്ടം കുറവായിരിക്കുമെന്ന് ഈ സിദ്ധാന്തത്തിലൂടെ വസ്തുനിഷ്ഠമായി നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നു. ഊർജപ്രവാഹത്തിൽ നിന്ന് നമ്മൾ അടുത്തേക്ക് പോകുന്നത് എക്കോളജിക്കൽ പിരമിഡ്. വളരെ പ്രധാനപ്പെട്ട പരിസ്ഥിതി പഠനത്തിലെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ചാൾസ് എൽട്ടൺ കണ്ടെത്തിയ എക്കോളജിക്കൽ പിരമിഡ്. ഇത് രേഖകളിലൂടെ, ഇത് ചിത്രീകരണമാണ്. ഭക്ഷ്യശൃംഖലയിലെ വിവിധ ട്രോഫിക് തലങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? ഒരു ചിത്രത്തിന്റെ സഹായത്തോടുകൂടി പിരമിഡിന്റെ രൂപത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഭക്ഷ്യശൃംഖലയിലെ ഊർജ പ്രവാഹത്തിന്റെ ട്രോഫിക് തലങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ എങ്ങനെ കുറയ്ക്കുന്നു, എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ചിത്രീകരണത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു പിരമിഡിന്റെ രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ പിരമിഡിന്റെ രൂപത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എക്കോളജിക്കൽ പിരമിഡ് എന്ന് വിളിക്കുന്നു. 3 തരത്തിലുള്ള പിരമിഡുകളാണുള്ളത്. സ്ക്രീൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒന്ന് സംഖ്യാ പിരമിഡ്, ജീവജാലങ്ങളുടെ എണ്ണത്തിനെ അനുസരിച്ചുള്ള സംഖ്യാ പിരമിഡ്. 2 ഊർജ പിരമിഡ്, കൈമാറ്റം ചെയ്യപ്പെടുന്ന എനർജിയുടെ അളവിനനുസരിച്ച്. 3-മത്തത് ജൈവപിണ്ഡ പിരമിഡ് എന്ന് വിളിക്കുന്ന പിരമിഡ് ഓഫ് ബയോമാസ്. അപ്പോൾ 1 സംഖ്യാ പിരമിഡ്, പിരമിഡ് ഓഫ് നമ്പേഴ്സ്. അത് സംഖ്യയാണ്, ജീവജാലങ്ങളുടെ എണ്ണമാണ്. ഉദാഹരണത്തിന് ഹരിത സസ്യങ്ങൾ 1000 എണ്ണം, അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന പുൽച്ചാടികൾ 20 എണ്ണം, ആ പുൽച്ചാടിയെ ആശ്രയിച്ച് ജീവിക്കുന്ന തവള 10 അല്ലെങ്കിൽ തവള 5. അങ്ങനെ സംഖ്യാ പിരമിഡ്, പിരമിഡ് ഓഫ് നമ്പേഴ്സ്. 2-മത്തത് എനർജിയാണ്, കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജത്തിന്റെ അളവ്. നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൈകാര്യം ചെയ്യപ്പെടുന്ന ഊർജത്തിന്റെ അളവ് സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന യൂണിറ്റിന്റെ പേര് കലോറി എന്നാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. കലോറി എന്ന അളവിലോ അല്ലെങ്കിൽ കിലോ കലോറി എന്ന അളവിലോ ആയിരിക്കും ഊർജത്തിനെ നാം രേഖപ്പെടുത്തുക. അങ്ങനെ അളവ് രേഖപ്പെടുത്തി പോകുമ്പോൾ പിരമിഡ് ഓഫ് എനർജി, ഊർജത്തിന്റെ അളവിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ 100 കിലോ കലോറിയാണ് ഇവിടെ കലകളിൽ സംഭരിച്ചതെങ്കിൽ ആ 100ന്റെ 90% ഇവിടെ പോവുകയും 10 കിലോ കലോറി മാത്രം ശേഖരിക്കപ്പെടുകയും ചെയ്യും. ഈ 10 കിലോ കലോറിയുടെ 9 കിലോ കലോറി അടുത്ത ട്രോഫിക് ലെവലിലുള്ള ആൾ ഉപയോഗിക്കുമ്പോൾ വെറും 1 കിലോ കലോറി മാത്രമാണ് ആർക്ക് ശേഖരിക്കാൻ സാധിക്കുക? അടുത്ത തലത്തിലുള്ള ജീവിക്ക് കലകളിൽ ശേഖരിക്കാൻ സാധിക്കുക. അങ്ങനെ ഊർജ നഷ്ടം ഉണ്ടാകുന്നു. അതിനെയാണ് ഊർജ പിരമിഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 3-മത്തത് ജൈവപിണ്ഡ പിരമിഡ് അല്ലെങ്കിൽ പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. അവിടെ ആ ട്രോഫിക് തലത്തിലെ ദ്രവ്യ നഷ്ടമാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ 50%ന്റെ 50% നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ അതിന്റെ നഷ്ടത്തിന്റെ അളവ് 90%-ആയി മാറി. ഇനി അങ്ങോട്ടുള്ളിടത്ത് എല്ലാം 90% നഷ്ടപ്പെടുകയും 90% നഷ്ടപ്പെടുകയും 10% മാത്രം എത്തുകയും ചെയ്യും.
10,000 കിലോ കലോറി 5 ട്രോഫിക് ലെവൽ കഴിഞ്ഞപ്പോൾ എത്രയായി ചുരുങ്ങി? ചിലപ്പോൾ 10 കിലോ കലോറി ആയി ചുരുങ്ങും. ആ അവസ്ഥയെ ഊർജ്ജ നഷ്ടം എന്നാണ് വിളിക്കുന്നത്, പ്രസരണ നഷ്ടം. അപ്പോൾ എക്കോളജിക്കൽ പിരമിഡുകളെ അടയാളപ്പെടുത്തിയത് ചാൾസ് എൽട്ടൺ ആണ്. ചാൾസ് എൽട്ടൺ 3 തരത്തിലാണ്: പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന 2 പിരമിഡുകളും എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും, ഇങ്ങനെയായിരിക്കും രേഖപ്പെടുത്തുക. ഉദാഹരണത്തിന് പിരമിഡ് ഓഫ് നമ്പേഴ്സ് നോക്കാം. 1000 ഹരിതസസ്യങ്ങൾ, ആ ഹരിതസസ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഗ്രാസ്, 1000 പുല്ല്, അതിനെ ആശ്രയിച്ചുകൊണ്ട് 20 ഗ്രാസ് ഹോപ്പറുകൾ, പുൽച്ചാടികൾ, ആ 20 പുൽച്ചാടികളെ ആശ്രയിച്ചുകൊണ്ട് 5 തവളകൾ. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും, ഇത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പിരമിഡ് ഓഫ് ബയോമാസ് എപ്പോഴും അപ്രൈറ്റ് ആകണമെന്നില്ല. പിരമിഡ് ഓഫ് ബയോമാസിൽ ദ്രവ്യ നഷ്ടം സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ, മിക്കപ്പോഴും അത് ഡൗൺ ആയി വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോ ഊർജ കൈമാറ്റത്തിനെ ചിത്രീകരണത്തിലൂടെ പിരമിഡുകളുടെ ആകൃതിയിൽ ചാൾസ് എൽട്ടൺ രേഖപ്പെടുത്തിയപ്പോൾ അത് എക്കോളജിക്കൽ പിരമിഡ് എന്ന പേരിൽ അറിയപ്പെട്ടു. അടുത്ത വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഭൂമിയിലെ ഊർജത്തിന്റെ കൈമാറ്റത്തിനെ സൂചിപ്പിക്കുന്ന ബയോ ജിയോ കെമിക്കൽ ചക്രങ്ങൾ. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൈമറി കൺസെപ്റ്റുകൾ ഇതാണ്: ദ്രവ്യത്തിന്റെ ചാക്രികമായ വിതരണം, ദ്രവ്യം പുതുതായി ചേർക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല. ദ്രവ്യത്തിന്റെ ചാക്രിക ചലനം 2 തരത്തിലാണ്. ഒന്ന് ഹൈഡ്രോളിക് ചക്രം, അതിൽ ജലചക്രം മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഭൂമിയിലെ ജലത്തിന്റെ അളവ് എങ്ങനെ നിലനിർത്തുന്നു. 2 ഇഡാഫിക് ചക്രമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ക്ലൈമറ്റിക് അല്ലാത്ത ഇഡാഫിക് ചക്രം. ആ ഇഡാഫിക് ചക്രത്തിൽ ആരൊക്കെ വരുന്നുണ്ട്? കാർബൺ ചക്രമുണ്ട്, ഓക്സിജൻ ചക്രമുണ്ട്, നൈട്രജൻ ചക്രമുണ്ട്, ഫോസ്ഫറസ് ചക്രമുണ്ട്. വാതകങ്ങളുടെ തോത് ശരിയായ അളവിൽ നിലനിർത്തുന്നതിലാണ് ഈ ചാക്രിക വിതരണം വലിയ പങ്ക് വഹിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ ബയോ ജിയോ കെമിക്കൽ സൈക്കിളുകൾ. നമ്മളിവിടെ 2 തരത്തിലുള്ള സൈക്കിളുകളാണ് പറഞ്ഞത്. ഒന്ന് ഹൈഡ്രോളിക് സൈക്കിൾ, ജലചക്രം. ഭൂമിയിലെ ഒരു നീലഗ്രഹമെന്ന് നമ്മൾ ഭൂമിയെ വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ജലത്തിന്റെ ശുദ്ധജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു 2% മാത്രമാണ്. ഹിമാനികളിൽ ശേഖരിക്കപ്പെടുന്ന ശുദ്ധജലവും അല്ലാതെ ഭൂമിയിൽ ലഭ്യമായ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധജലത്തിന്റെ അളവും വളരെ കുറവാണ്. പക്ഷേ ഈ 3% നിലനിർത്തിയിരിക്കുന്ന ശുദ്ധജലത്തിന്റെ അളവിനെ അങ്ങനെ തന്നെ ക്രമീകരിക്കുന്നതിൽ ജലചക്രം വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ജലാശയങ്ങളിലുള്ള ജലം നീരാവിയായി പോകുന്നതും പിന്നീട് അത് മഴയായി പെയ്യുന്നതുമെല്ലാം ജലചക്രത്തിന്റെ ഭാഗമായി വരുന്നു. നമ്മൾ ഇവിടെ പഠിച്ച ഹൈഡ്രോളിക് സൈക്കിൾ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ ഇഡാഫിക് സൈക്കിൾ ആയിക്കൊള്ളട്ടെ, 2 സൈക്കിളുകളുടെയും പൊതുവായ പ്രത്യേകത വാതകങ്ങളായാലും ജലമായാലും നൈട്രജൻ ആയാലും കാർബൺ ആയാലും അവയുടെ സ്രോതസ്, അവയുടെ അളവ് കുറയാതെ നിലനിർത്തുക എന്നതാണ് ഇത്തരം ബയോ ജിയോ കെമിക്കൽ സൈക്കിളുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദ്രവ്യം, ഊർജം ഇവ പുതുതായി ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ചാക്രികമായി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ കാണുന്ന വാതകങ്ങളായാലും നൈട്രജൻ ആയാലും ഫോസ്ഫറസ് ആയി കഴിഞ്ഞാലും ഹൈഡ്രജൻ ആയാലും കാർബൺ ആയി കഴിഞ്ഞാലും ഈ സാധനങ്ങളുടെ അളവ് ഭൂമിയിൽ കുറയാതെ നിലനിർത്തണം. അതേസമയം കൂടാനും പാടില്ല. അങ്ങനെ കൂടാനോ കുറയാനോ പാടില്ലാതെ കൃത്യമായി ബാലൻസ് ചെയ്ത് നിർത്തുന്നതിൽ ഈ ബയോ ജിയോ കെമിക്കൽ സൈക്കിളുകൾക്ക് വലിയ പങ്കുണ്ട്. ഉദാഹരണമായിട്ട് കാർബൺ സൈക്കിൾ നമ്മൾ പറയുന്നു. ഈ കാർബൺ സൈക്കിൾ വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാർബണിന്റെ പുക, സസ്യജാലങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ്, ഇന്ധനങ്ങൾ കത്തുന്നതിലൂടെ, ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നതിലൂടെ പുറത്തേക്ക് വരുന്നത്, നമ്മുടെ ശ്വസനവായുവിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാർബൺ, ശവശരീരങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന കാർബൺ, ഈ കാർബൺ എല്ലാം ഭൂമിയിലെ കാർബണിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതേസമയം ഭൂമിയിലെത്തുന്ന കാർബണിനെ സസ്യജാലങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുകയാണ് ആര് ചെയ്യുന്നത്? ഈ ബയോ ജിയോ കെമിക്കൽ സൈക്കിളുകൾ. അപ്പോൾ ഈ വാതകങ്ങളുടെയും ഈ ധാതുക്കളുടെയും അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാതെ കൃത്യമായ അളവിൽ നിലനിർത്തുന്നതിൽ ഈ ബയോ ജിയോ കെമിക്കൽ സൈക്കിളുകൾക്ക് വലിയ പങ്കുണ്ട്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ആ ബയോ ജിയോ കെമിക്കൽ സൈക്കിളുകളിലെ സവിശേഷമായ നൈട്രജൻ സ്ഥിരീകരണമാണ്. നോക്കൂ, നമ്മുടെ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ട്. എന്നാൽ ഈ ഭൂമിയുടെ നിലനിൽപ്പ്, ഉൽപാദകരായ സസ്യങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട വസ്തുവാണ് നൈട്രജൻ. എന്നാൽ സസ്യങ്ങൾ 78% അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ സസ്യങ്ങൾക്ക് നേരിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല.
നൈട്രജൻ N2 ആയിട്ടാണ് കാണുന്നത്. N2 ആയിട്ട് സസ്യങ്ങൾക്ക് നൈട്രജനെ സ്വീകരിക്കാൻ പറ്റില്ല. നൈട്രജനെ സ്വീകരിക്കണമെങ്കിൽ N3 ആകണം. അങ്ങനെ ചെയ്യാൻ സസ്യങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചില ഏജൻസികളുടെ സഹായത്തോടു കൂടി, ചില ജീവജാലങ്ങളുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ പ്രകൃതിയിലെ പ്രതിഭാസം വഴി അന്തരീക്ഷ നൈട്രജൻ സ്ഥിരീകരണവും ജൈവിക നൈട്രജൻ സ്ഥിരീകരണവും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ് ഇതാണ്. N2വിനെ N3 ആക്കി മാറ്റുക, നൈട്രേറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റുക, N2വിനെ കൺവേർട്ട് ചെയ്ത് N3 ആക്കി മാറ്റുക. അത് അന്തരീക്ഷത്തിൽ ഇടിമിന്നലിലൂടെയും മഴയിലൂടെയും ഒക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ അന്തരീക്ഷ നൈട്രജൻ സ്ഥിരീകരണമെന്നും, പയറുചെടികളുടെ വേര് മൂലാർബുദങ്ങളിൽ കാണപ്പെടുന്ന റൈസോബിയം പോലെ, സീഡോമോണാസ് പോലെയുള്ള സിംബയോട്ടിക് ബാക്ടീരിയ, നമുക്കറിയാം രണ്ട് ജീവജാലങ്ങൾക്കും ഒരേപോലെ പ്രയോജനമുണ്ടെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് സിംബയോട്ടിക് ബാക്ടീരിയ. ഒരേപോലെ രണ്ട് പങ്കാളികൾക്കും, ആരൊക്കെയാണ് ഇവിടെ രണ്ട് പങ്കാളികൾ? പയറുചെടിയും ഈ പയറുചെടിയുടെ മൂലാർബുദങ്ങളിൽ റൂട്ട് നോഡ്യൂൾസിൽ കാണപ്പെടുന്ന ഈ റൈസോബിയം പോലുള്ള, അസറ്റോബാക്ടർ പോലെ, അന്നബോന പോലെ, സീഡോമോണാസ് പോലെയുള്ള ബാക്ടീരിയകൾ. ബാക്ടീരിയയ്ക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടുമ്പോൾ നൈട്രജനെ എത്തിച്ചു കൊടുക്കുക എന്ന ജോലിയാണ് ഈ ബാക്ടീരിയകൾ പയർ ചെടിക്ക് തിരിച്ചു നൽകുന്നത്. രണ്ട് പങ്കാളികൾക്കും ഒരേപോലെ പ്രാധാന്യം ലഭിക്കുന്ന ഈ സ്ഥിരീകരണത്തിന്റെ ഭാഗമായി അന്തരീക്ഷത്തിലെ നൈട്രജനെ N2വിനെ പയറുചെടിയിലെ മൂലാർബുദങ്ങളിലുള്ള ഈ ബാക്ടീരിയകൾ അവരുടെ വേരുകളിൽ ശേഖരിക്കുകയും ആ വേരുകളിൽ വെച്ച് നൈട്രജനെ N3 ആക്കി മാറ്റുകയും ആ N3യെ സസ്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. ഇതിന് ജൈവിക നൈട്രജൻ സ്ഥിരീകരണം എന്ന് പറയും. നമുക്കറിയാം, മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുന്നതിൽ നൈട്രജനുള്ള പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഓൾട്ടർനേഷൻ ഓഫ് ക്രോപ്സ്, അതായത് വിളപര്യയം നടത്തുന്നതിന്റെ ഭാഗമായി മണ്ണിന്റെ ഫലപുഷ്ടി കുറയുന്നു എന്ന് സംശയം വരുമ്പോൾ ഇടവിളയായി പലപ്പോഴും നെല്ലിന് ശേഷം, വാഴയ്ക്ക് ശേഷം വയലുകളിലും കൃഷിസ്ഥലങ്ങളിലും നമ്മൾ പയറുചെടി നടുന്നത് ആ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിച്ച് നൈട്രജൻ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ നൈട്രജനെയാണ് സ്ഥിരീകരിക്കുന്നതെങ്കിൽ അതിനെ അന്തരീക്ഷ നൈട്രജൻ സ്ഥിരീകരണമെന്നും, ജൈവികമായ ബാക്ടീരിയകളോ മറ്റേതെങ്കിലും വസ്തുക്കളോ കൊണ്ടാണ് നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ ജൈവിക നൈട്രജൻ സ്ഥിരീകരണമെന്നും പറയും. നമുക്ക് സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ജൈവിക നൈട്രജൻ സ്ഥിരീകരണം നടത്തുന്നതുകൊണ്ട് റൈസോബിയം, അസറ്റോബാക്ടർ തുടങ്ങിയ പയറുചെടികളുടെ മൂലാർബുദങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ, ആൽഗകൾ തുടങ്ങിയവ അന്തരീക്ഷ നൈട്രജനെ സ്വീകരിച്ച് നൈട്രേറ്റുകളാക്കി മാറ്റുന്നതാണ് നൈട്രജൻ സ്ഥിരീകരണം. N2വിനെ കൺവേർട്ട് ചെയ്ത് N3 ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നു. എന്താണ് ഈ എക്കോളജിക്കൽ സക്സഷൻ? സക്സഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മളൊരു ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മൾ കൃഷി ചെയ്യാനോ ജീവിക്കാനോ പോവുകയാണെങ്കിൽ ആദ്യം നമുക്കവിടെ പോകാൻ സാധിക്കത്തില്ല. പോകണമെങ്കിൽ അവിടെ ഒരാളുടെ ആവശ്യമുണ്ട്, രണ്ടുപേരുടെ ആവശ്യമുണ്ട്. അതിലേറ്റവും ആദ്യം വേണ്ട ആളിനെ നമ്മൾ പയനിയർ എന്നാണ് വിളിക്കുന്നത്, വഴികാട്ടി. ഓരോ സ്ഥലത്തും ഓരോ ആളുകളായിരിക്കും വഴികാട്ടിയായി പറയുക. നമുക്ക് രണ്ട് പിന്തുടർച്ച, സക്സഷൻ എന്ന വാക്കിന്റെ അർത്ഥം പിന്തുടർച്ച എന്നാണ്. രണ്ട് പിന്തുടർച്ചകൾ നിലനിൽപ്പ് ഉണ്ടാകേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, വെള്ളത്തിലെ സക്സഷനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ജലാശയമാണ്, കുളമാണ്, കായലാണ് എങ്കിൽ ആ സക്സഷനെ നമ്മൾ ഹൈഡ്രാർക്ക് സക്സഷൻ എന്നും, പാറയാണെങ്കിൽ അതിനെ നമ്മൾ സെറാർക്ക് സക്സഷൻ എന്നും വിളിക്കും. നമ്മുടെ സ്ലൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ആവാസ വ്യവസ്ഥയിൽ കാലക്രമേണ ഉണ്ടാകുന്ന ക്രമാനുഗതമായ മാറ്റം എങ്കിൽ മാത്രമേ അവിടെ ജീവൻ നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. ആവാസ വ്യവസ്ഥയെ സമ്പൂർണ്ണമാക്കി നിലനിർത്താൻ പറ്റൂ. ക്രമാനുഗതമല്ല എങ്കിൽ, ക്രമരഹിതമാണെങ്കിൽ എന്ത് പറ്റും? ആ ഭാഗം ബാരനായി മാറുകയോ മരുഭൂമിയായി മാറുകയോ ജീവന്റെ നിലനിൽപ്പ് അപകടത്തിലാവുകയോ ചെയ്യും. അങ്ങനെ ജീവജാലങ്ങൾ വിട്ടൊഴിഞ്ഞു പോയ സ്ഥലങ്ങളുണ്ട്. ഭൂമിയിൽ പലയിടത്തും വിട്ടൊഴിഞ്ഞു പോയി. അങ്ങനെ പോയ സ്ഥലങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് ഏറ്റവും തിരക്ക് പിടിച്ച നഗരമായിരുന്നു, ഒരു തിരക്ക് പിടിച്ച ഗ്രാമമായിരുന്ന, പട്ടണ പ്രദേശമായിരുന്ന രാമേശ്വരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പൊ മനുഷ്യർ താമസിക്കുന്നില്ല. അതിന്റെ കാരണം നമുക്കറിയാം, ആളുകൾ ഒഴിഞ്ഞുപോയി. അതേപോലെ നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും സങ്കീർണ ഘടനയുള്ള ജീവിക്ക് അവിടെ പോയി ആദ്യമേ കയറി അവിടെ ജീവിതം ആരംഭിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റണമെങ്കിൽ അവിടെ തുടർച്ചകൾ ഉണ്ടാകണം. ജൈവമണ്ഡലത്തിലെ എല്ലാ വസ്തുക്കളും അവിടെ ഉണ്ടാകണം. അത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള സെലക്ഷനാണ്. ജലത്തിലാണെങ്കിൽ അതിന് ഹൈഡ്രോസ്ഫിയർ സക്സഷൻ എന്നും, അത് ശൂന്യമായ പാറകളുടെ പുറത്താണെങ്കിൽ അതിനെ സെറാർക്ക് സക്സഷൻ എന്നും വിളിക്കും. ഹൈഡ്രോസ്ഫിയർ സക്സഷൻ നമ്മൾ ഉദാഹരണമായി പറയുന്നത് കുളം, തടാകം എന്നിവയാണ്. സെറാർക്ക് സക്സഷൻ ശൂന്യമായ പാറകളാണ്.
ഇവിടെ നോക്കാം. ഹൈഡ്രാർക്ക് സക്സഷന്റെ ഭാഗമായി നമ്മളിപ്പോൾ ഒരു കുളം നിർമ്മിക്കാൻ പോവുകയാണ്, ഒരു സിമെന്റ് ടാങ്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സിമെന്റ് ടാങ്ക് നമ്മൾ തന്നെ ചെയ്തു. സിമെന്റ് ടാങ്ക് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഗ്രൗട്ടൊക്കെ ഒഴിച്ച് നമ്മൾ അതിനകത്ത് വെള്ളം നിറച്ച് നിർത്തി. അപ്പോൾ നമുക്ക് അതിനകത്ത് മീനിനെ വളർത്തണം. നേരെ കൊണ്ടുവന്ന് നമുക്ക് അലങ്കാര മത്സ്യങ്ങൾ അതിനകത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അവ ചത്തുപോകും. സിമെന്റിന്റെ ക്ഷാരഗുണവും എല്ലാം കൂടി കൊണ്ട് അവ ചത്തുപോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 3-4 ദിവസം ആ സിമെന്റ് ടാങ്കിനെ വെള്ളം നിറച്ച് നിർത്തിയിരിക്കും. അപ്പോൾ ആ സിമെന്റിന്റെ പാടയെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ സിമന്റിന്റെ അംശത്തിനെ വലിച്ചെടുക്കാൻ പറ്റുകയും ആ ജലത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടാനും പറ്റുന്ന പ്രത്യേകതരം ആൽഗകളെയും പായലുകളെയും നമ്മളവിടെ നിക്ഷേപിക്കും. അപ്പോൾ കുളം, തടാകം തുടങ്ങിയ ജലാശയങ്ങളിലെ പയനിയർ വഴികാട്ടിയായി നമ്മൾ കണക്കാക്കുന്നത് ആരെയാണ്? പ്ലവകങ്ങൾ എന്നറിയപ്പെടുന്ന പ്ലാങ്ടൺസിനെയാണ് നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ പ്ലാങ്ടണുകളെ ഈ ജലാശയത്തിൽ നിക്ഷേപിക്കുകയോ ജലാശയത്തിൽ അവ ഉണ്ടാവുകയോ ചെയ്യുകയും അവ സുഗമമായി ജീവിക്കാൻ, സ്ഥിരമായി ജീവിക്കാനുള്ള പ്രാപ്തി നേടുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ഹൈഡ്രാർക്ക് സക്സഷൻ. ഏതാണ്ട് 9-10 സ്റ്റെപ്പുകളിലൂടെ ഹൈഡ്രാർക്ക് സക്സഷൻ തുടർന്നു പോവുകയും ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത് ആ ജലാശയം ഒരു വനപ്രദേശമായി മാറുകയും ചെയ്യും. അപ്പോൾ പലർക്കും സംശയം തോന്നും, ഇതെങ്ങനെയാണ് ഈ തടാകത്തിനകത്തുള്ള അല്ലെങ്കിൽ കുളത്തിനകത്തുള്ള സ്ഥലത്തിനെ വനമെന്ന് പറയുന്നത്? അതായത് നിരവധിയായ ജീവജാലങ്ങൾ ആ ജലാശയത്തിൽ തിങ്ങിഞ്ഞെരുങ്ങി വളരുമ്പോൾ, സുഗമമായ രൂപത്തിൽ വിഭവങ്ങൾ വിതരണം ചെയ്യപ്പെടുമ്പോൾ, സന്തുലിതാവസ്ഥ വരുമ്പോൾ അത്തരം അവസ്ഥയെ നമ്മൾ വിളിക്കുന്നത് ക്ലൈമാക്സ് എന്നാണ്. അപ്പോൾ പയനിയർ എന്ന് പറഞ്ഞാൽ തുടക്കം, ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അവസാനം. ഇവിടെ ജലാശയത്തിലെ ക്ലൈമാക്സ് പോപ്പുലേഷനായി നമ്മൾ കണക്കാക്കുന്നത് ആരെയാണ്? വനങ്ങളെയാണ്. അതേപോലെ തിരിച്ച് നമ്മൾ ശൂന്യമായ പാറകളിലേക്ക് വരുന്നു, സെറാർക്ക് സക്സഷനിലേക്ക് വരുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് സെറാർക്ക് സക്സഷനും. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു വെച്ചു, ഒരു പാറപ്പുറത്ത് 3-4 ദിവസം തുടർച്ചയായി മഴ പെയ്യുമ്പോൾ ആ മഴയും വെയിലും മഞ്ഞുമേറ്റ് പാറയിൽ ഉണ്ടാകുന്ന വിടവുകൾ, ആ വിടവുകളിലേക്ക് ചെടികൾ വരുന്നു. ആരാണ് പാറപ്പുറത്ത്, ശൂന്യമായ പാറപ്പുറത്ത് ആദ്യം ഉണ്ടാവുക? നമുക്കറിയാം, പാറ വെളുത്ത നിറത്തിലൊക്കെ ആയിരിക്കും ചില പാറകൾ കാണുന്നത്, അല്ലെങ്കിൽ ചിലത് കറുപ്പായിരിക്കും. പക്ഷെ ഈ വെളുത്ത പാറയായാലും കറുത്ത പാറയായാലും ആ പാറയുടെ മുകളിൽ പറ്റിപ്പിടിക്കുന്ന ലൈക്കണുകളാണ് സെറാർക്ക് സക്സഷനിലെ വഴികാട്ടി അല്ലെങ്കിൽ പയനിയർ പോപ്പുലേഷൻ. അവൻ പാറപ്പുറത്ത് വേരുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്നു. ഇവന്റെ വേരുകളിലുള്ള രാസവസ്തുക്കൾ ഇവന്റെ പാറയെ പലതായി വീണ്ടും വീണ്ടും വെതറിങ് നടത്തും, ഇറോഷൻ നടത്തും, പിളർത്തുന്നു. ആ പിളർത്തുന്നതിന്റെ ഭാഗമായി പാറയ്ക്കകത്തുണ്ടാകുന്ന വിടവുകളിലേക്ക് കൂടുതൽ കൂടുതൽ വേരുകൾ ഇറങ്ങിപ്പോവുകയും അത് പൊടിയുകയും അവിടെ ചെടികൾ ഉണ്ടാവുകയും ഏറ്റവും അവസാനം പാറ പൊടിഞ്ഞ് മണ്ണാവുകയും ആ മണ്ണിന് ഫലപുഷ്ടി ഉണ്ടായി അത് വനപ്രദേശമായി മാറുകയും ചെയ്യും. അപ്പോൾ ഹൈഡ്രാർക്ക് സക്സഷൻ ആയാലും സെറാർക്ക് സക്സഷൻ ആയി കഴിഞ്ഞാലും ഈ രണ്ട് സക്സഷനിലെയും ക്ലൈമാക്സ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് വനങ്ങളാണ്. ജലാശയത്തിൽ അത് പ്ലവകങ്ങൾ, പ്ലാങ്ടൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ആൽഗെ ആയിരിക്കും. എന്നാൽ പാറപ്പുറത്ത് സെറാർക്ക് സക്സഷനിലെ പയനിയർ എന്ന് പറയുന്നത് ലൈക്കണുകളായിരിക്കും. ആരാണ് ലൈക്കൺ എന്ന് നമുക്കറിയാം. ആൽഗയും ഫംഗസും കൂടി ചേർന്ന ഒരു സംയോജിത ബന്ധത്തിനെയാണ് ലൈക്കണുകൾ എന്ന് വിളിക്കുന്നത്. ആൽഗ പച്ച നിറം കൊടുക്കുമ്പോൾ ഈ ആൽഗയുടെ വേരുകളിലും മറ്റും കാണപ്പെടുന്ന ഫംഗസുകൾ അവയ്ക്ക് ഒരു സ്മെല്ല് നൽകും. അതുകൊണ്ട് ഈ ആൽഗ ഒരു കാരണവശാലും എന്ത് ചെയ്യപ്പെടുന്നില്ല, കന്നുകാലികളോ ആടോ മറ്റു ജീവികളോ ഭക്ഷിക്കില്ല. കാരണം ഈ ആൽഗയ്ക്കകത്ത് ആരുണ്ട്? ഫംഗസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ആൽഗയും ഫംഗസും കൂടി ചേർന്ന ലൈക്കണുകളാണ് പാറയുടെ പുറത്തുള്ള ഒന്നാമത്തെ സക്സഷനായി നമ്മൾ കണക്കാക്കുന്നത്. ഭൂമിയുടെ പാളികളിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും താഴെയുള്ള ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്ന സാഹചര്യത്തിനെ നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. തറനിരപ്പിൽ നിന്ന് 12-18 കിലോമീറ്റർ വരെയുള്ള ഭാഗത്തിനെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്, ബലൂണുകൾ പറക്കുന്നത് എവിടെയാണ്, വിമാനങ്ങൾ പറക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാവും. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ അടുത്ത ലെയർ സ്ട്രാറ്റോസ്ഫിയർ എന്നാണ്. 11 കിലോമീറ്റർ തൊട്ട് 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സ്ട്രാറ്റോസ്ഫിയറിലാണ് ആര് കാണപ്പെടുന്നത്? ഓസോൺ പാളി കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞാൽ അടുത്ത മീസോസ്ഫിയർ ആണ്. 40-50 കിലോമീറ്ററിൽ തുടങ്ങി 90 കിലോമീറ്റർ വരെ എത്താവുന്ന അന്തരീക്ഷത്തിന്റെ പാളിയാണ്. അതും കഴിഞ്ഞാൽ തെർമോസ്ഫിയറായി, നല്ല ചുട്ടുപഴുത്ത പാളിയായി. ടെമ്പറേച്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, മീസോസ്ഫിയർ കഴിയുന്നതോടുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? താപനില കുറയാൻ തുടങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാവും.
അത് കഴിഞ്ഞാൽ തെർമോസ്ഫിയറും കഴിഞ്ഞാൽ എക്സോസ്ഫിയർ ആണ്. ആ എക്സോസ്ഫിയറിലാണ് നമ്മൾ ഈ കാണുന്ന ബഹിരാകാശ വാഹനങ്ങളും സ്പേസ് സ്റ്റേഷനുകളും എല്ലാം ഉള്ളത്. നമ്മളുടെ റോക്കറ്റുകൾ പോകുന്നത് മീസോസ്ഫിയറിലൂടെയാണ്. അതായത് മിസൈലുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ മെറ്റീരിയോളജിക്കൽ റോക്കറ്റുകൾ പഠനത്തിനായി മറ്റും വിടുന്ന റോക്കറ്റുകളൊക്കെ പോകുന്നത് മീസോസ്ഫിയർ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. അറോറ, പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളായ അറോറ എന്ന് പറയുന്ന ന്യൂസിലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം അറോറ ഓറിയാലിസ് പോലുള്ള മാഗ്നറ്റിക് ലൈൻസ് പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് തെർമോസ്ഫിയറിൽ സംഭവിക്കുമ്പോൾ മെറ്റിയോസ്, കോമറ്റുകൾ പോകുന്നത് എവിടെയാണ്, ഏതിലൂടെയാണ്? മീസോസ്ഫിയറിലൂടെയാണ്. ഈ പാറ്റേൺ നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചോളണം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. അതിൽ ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. നമുക്ക് നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൂടി പെട്ടെന്നൊന്ന് ഓടിച്ചു പോകേണ്ടത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മലിനീകരണമാണ്, പൊല്യൂഷനാണ്. ആ പൊല്യൂഷന് കാരണമാകുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നു? പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നു. അപ്പം മലിനീകരണത്തിന് കാരണമാകുന്ന എന്താണ് മലിനീകരണം അല്ലെങ്കിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സ്വാഭാവികമായ അവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അസ്വാഭാവികമായ വസ്തുക്കൾ കൂടിച്ചേരുമ്പോഴാണ് അതിനെയാണ് നമ്മൾ മലിനീകരണം എന്ന് പറയുന്നത്. ആ മലിനീകരണത്തിന് കാരണമാകുന്ന വസ്തുക്കളെ മലിന വസ്തുക്കളെന്നോ പൊല്യൂട്ടൻസ് എന്നോ വിളിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഒരു കിണറാണ്. ആ കിണറാണ് നമ്മുടെ ശുദ്ധജലത്തിന്റെ സ്രോതസ്. പെട്ടെന്ന് ഒരു ദിവസം ആ കിണറിനുള്ള വെള്ളത്തിൽ രുചിയിലോ മണത്തിനോ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നമുക്ക് പറയാം ആ കിണർ മലിനമായോ എന്ന് നമുക്ക് സംശയം വരുന്നു. കൂടുതൽ പരിശോധനയിൽ മലിനമായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് ജലമായി മാറി? മലിനജലമായി മാറി. നമ്മുടെ ഒന്നാമത്തത് ജലമലിനീകരണം. പ്രധാനമായും ജലം മലിനീകരിക്കപ്പെടുന്നത് എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ്? മനുഷ്യനാണ് പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, നമ്മുടെ ഖരമാലിന്യം, വീടുകളിൽ നിന്നുള്ള മാലിന്യം നേരെ എങ്ങോട്ടേക്ക് ഒഴുക്കി വിടുക, ജലാശയങ്ങളിൽ കൊണ്ടുപോയി ഒഴുക്കി വിടുന്നതുകൊണ്ട് കവർ കെട്ടിക്കൊണ്ടിടുന്നതും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഡൊമസ്റ്റിക് വേസ്റ്റ്, ഗാർഹിക മാലിന്യവും ഉണ്ടാകാം. ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എഫ്ലുവന്റ് ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. കടലാണ് ഏറ്റവും വലിയ സോഴ്സ്. ആ കടലിൽ ഒരു വർഷം കടൽ മലിനമാകുന്നത് ഏറ്റവും കൂടുതൽ എണ്ണ ടാങ്കറുകൾ മറിഞ്ഞും എണ്ണ ഖനനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന രാസവസ്തുക്കളും കാരണം നമ്മുടെ കടലുകൾ വലിയ അളവിൽ മലിനപ്പെട്ടിരിക്കുന്നു. അതുപോലെയുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിഗരറ്റിന്റെ ഫിൽട്ടർ എന്ന് പറയുന്ന സാധനം. ആ ഫിൽട്ടർ സിഗരറ്റുകളുടെ പിറകിൽ ഏറ്റവും അവസാനം വെച്ചിരിക്കുന്ന ആ ഫിൽട്ടർ എന്ന് പറയുന്ന പാർട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും അതിങ്ങനെ സോക്ക് ചെയ്ത് കുതിർന്ന് കിടക്കുകയും ചെയ്യും. കടൽ വലിയ അളവിൽ മലിനമാകുന്നതിൽ ഈ വസ്തുവിനുണ്ട്. നമ്മൾ കടലിലേക്ക് ഒഴുക്കി വിടുന്ന പ്ലാസ്റ്റിക് കുപ്പികളും കന്നാസുകളും ബോട്ടിലുകളും എല്ലാം, നാപ്കിനുകൾ അടക്കം എത്തിച്ചേരുന്നത് എവിടെയാണ്? കടലിലേക്കാണ്. അപ്പോൾ ജലമലിനീകരണം എന്നാണ് നമ്മൾ ഇതിനെ പൊതുവായി അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മുടെ കടലുകളെല്ലാം വലിയ അളവിൽ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് 44 നദികളാൽ സമ്പന്നമായ കേരളത്തിലെ എല്ലാ നദികളിലും മനുഷ്യ വിസർജ്യത്തിലൂടെ പുറത്തേക്ക് പോകുന്ന കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം, കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നദികൾ എത്രത്തോളം മലിനപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഭാരതപ്പുഴയുടെ കൈവഴിയായി ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയായി കണക്കാക്കുന്ന കുന്തിപ്പുഴ ഒഴികെയുള്ള ബാക്കി എല്ലാ നദികളും ഏതു രൂപത്തിൽ മലിനപ്പെട്ടിരിക്കുന്നു? മനുഷ്യ വിസർജ്യത്തിലൂടെ മാത്രം പുറത്തേക്ക് വരുന്ന കോളിഫോം ബാക്ടീരിയയാൽ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ 2 ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കണം. ഭാരതത്തിന്റെ പുണ്യനദിയായി നാം കണക്കാക്കപ്പെടുന്ന ഗംഗാനദി, വളരെ എത്ര കോടി മനുഷ്യരാണ് ഗംഗാനദിയുടെ 2 തീരങ്ങളിലായി ആശ്രയിച്ച് ജീവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ജനസമ്പന്നമായ, ഇന്ത്യയുടെ ആത്മാവെന്ന് തന്നെ പറയാൻ പറ്റുന്ന, ഇന്ത്യയുടെ ജീവനാഡി എന്ന് പറയാൻ പറ്റുന്ന ഗംഗാനദിയുടെ 2 കരകളിലായിട്ട് ഏതാണ്ട് 80 കോടി ആളുകൾ താമസിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ആ മനുഷ്യരുടെ നിലനിൽപ്പ്, ജീവനോപാധി, അവരുടെ ഗതാഗത സംവിധാനങ്ങൾ, വ്യവസായങ്ങളെല്ലാം ഗംഗയെ ആശ്രയിച്ചാണ്. അത് കാരണം ഗംഗാനദി വളരെ രൂപത്തിൽ മലിനമായപ്പോൾ 1986 ഗംഗാ പ്രവർത്തന പദ്ധതി എന്ന ഗംഗാ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായി ഒരു പരിധി വരെ എത്താൻ സാധിച്ചുവെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രശ്നം നമുക്കറിയാം. അഴിമതി പോലുള്ള പലവിധ കാര്യങ്ങൾ കൊണ്ട് കൃത്യമായ മലിനീകരണ നിയന്ത്രണമൊന്നും ഇല്ലാതിരുന്നത് കാരണം ഗംഗാനദിയെ നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. അതുപോലെയുള്ള ജലമലിനീകരണത്തിന്റെ മറ്റൊരു പ്രശ്നമാണ് യൂട്രോഫിക്കേഷൻ അഥവാ ആൽഗൽ ബ്ലൂം. എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് നോക്കാം. അതായത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ തുണി കഴുകുമ്പോഴോ അല്ലെങ്കിൽ ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴോ ആയിട്ടുള്ള അവശിഷ്ടങ്ങൾ ജലാശയത്തിൽ കലരുകയും ആ ജലാശയത്തിലെ വളരുന്ന പായലുകൾ പോലെയുള്ള, ആഫ്രിക്കൻ പായലുകൾ പോലെയുള്ള ചെടികൾ ഈ
ഒഴുക്കി വിടുന്ന വസ്തുക്കളിലെ പോഷകഘടകങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവ വളരാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ വളരുകയും ഒരു ഉപയോഗവുമില്ലാത്ത ഈ പായലുകൾ, ആഫ്രിക്കൻ പായലുകൾ, ഐക്കോർണിയ പോലുള്ളവ വളർന്ന് പെരുകുകയും അവ ആ പ്രദേശമാകെ ജലോപരിതലമാകെ അവ പടരുകയും ചെയ്യും. അപ്പോൾ എന്തില്ലാതായി? ജലത്തിലേക്ക് എത്തേണ്ട സൂര്യപ്രകാശവും ജലത്തിലേക്ക് എത്തേണ്ട ഓക്സിജന്റെ അളവും കുറയുകയും അങ്ങനെ ഈ ഒഴുകി വരുന്ന മാലിന്യങ്ങളിലെ ഊർജത്തിനെ ഉപയോഗിച്ചുകൊണ്ട് പായലുകൾ വളരുകയും താഴെയുള്ള നമുക്കാവശ്യമുള്ള ഉപയോഗമുള്ള ബാക്ടീരിയകളും ഉപയോഗമുള്ള ശുദ്ധജല മത്സ്യവും മറ്റ് ജീവികളുടെയും നിലനിൽപ്പ് അപകടത്തിലാവുകയും ചെയ്യുന്നതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. യൂട്രോഫിക്കേഷന്റെ ഭാഗമായി വലിയ രൂപത്തിൽ ആൽഗകൾ, പായലുകൾ വളരുകയും അവ അങ്ങനെ വരുന്നതിനെ നമ്മൾ ആൽഗൽ ബ്ലൂം എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ യൂട്രോഫിക്കേഷന്റെ തുടക്കമാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെള്ളത്തിൽ ഒരു പ്രദേശത്തെ ജലാശയത്തിന്റെ കുടിവെള്ളത്തിന്റെ ഗുണം പരിശോധിക്കുമ്പോൾ അവിടെയുള്ള ഓക്സിജന്റെ അളവിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനെ നമ്മൾ BOD എന്നാണ് വിളിക്കുന്നത്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ശുദ്ധജലത്തിന്റെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 0 എന്ന് വെച്ചാൽ ഇനി നാം അതിനകത്തേക്ക് ഓക്സിജനെ എന്ത് ചെയ്യേണ്ടതില്ല? ചേർക്കേണ്ടതില്ല. മതിയായ അളവിൽ ജീവൻ നിലനിർത്താൻ അവിടെ എന്തുണ്ട്? അവിടെ ഓക്സിജൻ ഉണ്ട്. എന്നാൽ നമ്മൾ വീട്ടിലെ പാത്രം കഴുകുന്ന വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് എത്ര ചേർക്കേണ്ടി വരും? ചിലപ്പോൾ ഒരു 100-200 ml ഓക്സിജൻ നമ്മൾ ചേർക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഓക്സിജന്റെ അളവ് കിട്ടൂ. അപ്പോൾ ശുദ്ധജലത്തിന്റെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 എന്ന് വെച്ചാൽ ഇനി അതിനകത്തേക്ക് പുതുതായി നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടതില്ല? ഓക്സിജൻ ആഡ് ചെയ്യേണ്ടതില്ല. 2 അന്തരീക്ഷ മലിനീകരണമാണ്. അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ: 1 കാർബൺ മോണോക്സൈഡ്, വാഹനങ്ങളുടെ പുക, കാർബൺ ഡൈ ഓക്സൈഡ്, ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം, പൊടിപടലങ്ങൾ, സൾഫർ എന്നിവയൊക്കെയാണ്. നമുക്കറിയാം ആസിഡ് റെയിൻ എന്ന് പറയുന്ന അമ്ലമഴ അറിയാം. ആഗോളതാപനം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതിലൂടെ ഭൂമിക്ക് ചൂട് പിടിക്കുന്നതിനെ, ഗ്രീൻ ഹൗസ് എഫക്റ്റിനെയാണ് നമ്മൾ ആഗോളതാപനം എന്ന് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും. അപ്പൊ നോക്കൂ, ആ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഭൂമിക്ക് ചൂട് പിടിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത്, ഭൂമിയെ ചൂടാക്കുന്നത് 60% പങ്ക് വഹിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. CH4 എന്നറിയപ്പെടുന്ന മീഥേൻ 20% സംഭാവന നൽകുമ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ 14, നൈട്രസ് ഓക്സൈഡ് N2O എന്ന് പറയുന്നത് 6%. അപ്പോൾ 60% കാർബൺ ഡൈ ഓക്സൈഡും 20% മീഥേനും 14% ഫ്ലൂറോ കാർബണുകളും 6% നൈട്രസ് ഓക്സൈഡും കൂടി ചേർന്ന് ഗ്രീൻ ഹൗസ് വാതകങ്ങൾ ഭൂമിയുടെ ചൂട് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമിയുടെ ശരാശരി താപനിലയിൽ എന്തെങ്കിലും ഒരു വർധനവുണ്ടായിക്കഴിഞ്ഞാൽ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകുകയും ആ ഉരുകുന്ന വെള്ളം സമുദ്രജലത്തിനോടൊപ്പം ചേരുകയും ദ്വീപ് സ്ഥലങ്ങളായിട്ടുള്ള നദീതീരങ്ങളോട്, കടലിനോട് ചേർന്നുള്ള തീരപ്രദേശത്തെ ജീവജാലങ്ങളും ജീവജാലങ്ങളും അവിടുത്തെ കരയും തന്നെ വെള്ളത്തിൻ്റെ അടിയിലാവുകയും ചെയ്യും. അപ്പോൾ ആഗോള താപനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കെടുതികൾ മനുഷ്യരെ ബോധ്യപ്പെടുത്താനായിട്ടാണ് ലോകത്തിൽ ആദ്യമായി മാലിദ്വീപ് എന്ന് പറയുന്ന കടലിൽ പൊങ്ങിക്കിടക്കുന്ന കൊച്ചു കൊച്ചു ദ്വീപുകളുടെ സമൂഹമായ മാലിദ്വീപ് അവരുടെ ക്യാബിനറ്റ് മീറ്റിംഗ് കടലിനടിയിൽ വെച്ച് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നടത്തുന്ന പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രകൃതി ദ്രോഹ പ്രവർത്തനങ്ങൾ ബാധിക്കുന്നത് ആരെയായിരിക്കാം? നമ്മുടെ കേരളം പോലെ, മാലിദ്വീപ് പോലെ അസ്ഥിരമായ സ്ഥലങ്ങളിൽ കിടക്കുന്ന ആളുകളെ. ഇപ്പം മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം 5 മീറ്ററിൽ പൊക്കമുള്ള തിരമാലകൾ ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ദ്വീപുകളും വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ കടൽ നിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഇത്തരം സ്ഥലങ്ങളാണ്. അങ്ങനെ ആഗോള താപനത്തിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാനായി ന്യൂഡൽഹി നടത്തിയ ഇടപെടൽ, അതായത് നമ്മുടെ ഡൽഹി സംസ്ഥാനം നടത്തിയ ഇടപെടലാണ് എല്ലാ പെട്രോളിയം ഡീസൽ വാഹനങ്ങളെയും പിൻവലിക്കുകയും 15 വർഷം ഉണ്ടായിരുന്ന വാഹനങ്ങളെ നിരത്തുകളിൽ നിന്ന് ഒഴിവാക്കുകയും പകരം ദ്രവീകൃത പ്രകൃതിവാതകം എന്നറിയപ്പെടുന്ന CNG ഉപയോഗിക്കുകയും ചെയ്തു. മിക്കവാറുമുള്ള പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആഗോളതാപനം കാരണം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ആദ്യത്തെ ജീവിയായിരുന്നു സുവർണ തവള എന്ന് വിളിക്കുന്ന ഗോൾഡൻ ഡാർക്ക് ഫ്രോഗ്. ആമസോൺ നദീതീരങ്ങളിൽ കാണപ്പെടുന്ന വളരെ മനോഹരമായ ശൈലിയുള്ള, മനോഹരമായ ഘടനയുള്ള മഞ്ഞ നീല നിറത്തിൽ കാണപ്പെടുന്ന സുവർണ തവളകൾ ഒരെണ്ണം പോലും അവശേഷിക്കാതെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതിൻ്റെ കാരണം ആഗോളതാപനമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമായി ബാധിക്കുന്ന ഒന്നായിരുന്നു ഓസോൺ പാളിയിലെ വിള്ളൽ.
സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ഒരു കുട പോലെ, ബ്ലാങ്കറ്റ് പോലെ തടഞ്ഞു നിർത്തിയിരുന്ന നമ്മുടെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടായി. ഓസോൺ പാളിയുടെ അന്റാർട്ടിക്കയ്ക്ക് മുകളിലാണ് ആദ്യത്തെ വിള്ളൽ രൂപം കൊണ്ടത്. ആ ഓസോണിന്റെ കട്ടി പരിശോധിക്കുന്ന യൂണിറ്റിന്റെ പേരാണ് ഡോപ്സൺ യൂണിറ്റ്. DOBSON എന്നാണ് അതിന്റെ സ്പെല്ലിംഗ്. ഡോപ്സൺ യൂണിറ്റ്, ഓസോണിന്റെ കനം അളക്കുന്ന യൂണിറ്റ്. പ്രധാനമായും ഓസോണിനെ നശിപ്പിക്കുന്ന വസ്തുക്കൾ CCl2F2 എന്നറിയപ്പെടുന്ന ഫ്ലൂറോ കാർബണും CCl3F എന്നറിയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുമാണ്. എന്തെങ്കിലും ഒരു സാഹചര്യത്താൽ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഭൂമിയിലേക്ക് എത്തിയാൽ അത് ഏൽക്കാനിടയായാൽ ജീവജാലങ്ങൾക്ക്, പ്രത്യേകിച്ച് മനുഷ്യരെ, അതെങ്ങനെയാണ് ബാധിക്കുന്നത്? മനുഷ്യരുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസറിന് കാരണമാകും. അതിനെ നമ്മൾ സ്കിൻ ക്യാൻസർ ഡ്യൂ ടു അൾട്രാ വയലറ്റ് എന്ന് വിളിക്കും. സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കും. അതിനെ തടഞ്ഞു നിർത്തുന്ന ബ്ലാങ്കറ്റാണ്, അതിനെ തടഞ്ഞു നിർത്തുന്ന കുടയാണ് ഓസോൺ പാളി. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാവുകയും അതിലൂടെ ഉണ്ടാകാവുന്ന അൾട്രാ വയലറ്റ് ഭൂമിയിലെത്തുകയും ചെയ്താൽ ഒരാളുടെ കാഴ്ച വരെ നശിച്ചു പോകാവുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സ്നോ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്ന തിമിരത്തിന് സമാനമായ സാഹചര്യം. ആ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ കണ്ണിലെ കോർണിയെ നശിപ്പിക്കുകയും കാഴ്ച തന്നെ അപകടത്തിലാവുകയും ചെയ്യും. മറ്റൊന്ന്, ഓസോൺ പാളിയുടെ വിള്ളലിലൂടെ പുറത്തേക്ക് വരുന്ന അൾട്രാ വയലറ്റ് വികിരണങ്ങൾ എന്തിന് കാരണമാകുന്നു? ഉൽപരിവർത്തനത്തിന് കാരണമാകുന്നു. ഓസോൺ പാളിയിലെ വിള്ളലുമായി ബന്ധപ്പെട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ആഗോള താപനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായുണ്ടായ പരിസ്ഥിതി ഇടപെടലുകളുടെ ഭാഗമായി ഓസോണിനെ നശിപ്പിക്കുന്ന ക്ലോറോഫ്ലൂറോ കാർബണുകളുടെ നിയന്ത്രണം, ആ കാർബണുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ഫ്രീസറുകളിലും എയർ കണ്ടീഷണറുകളിലും ഈ ക്ലോറോഫ്ലൂറോ കാർബണുകൾക്കും നിയോണിനും അമോണിയക്കൊക്കെ പകരം പുതിയ കൂളന്റുകൾ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ അവർ വലിയ തിടുക്കപ്പെട്ട് വലിയ രൂപത്തിൽ വലിയ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതാ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എന്ത് കാരണം? ഓസോൺ പാളിയിലെ വിള്ളൽ കാരണം അപ്രത്യക്ഷമാകാൻ പോകുന്നു, ഭൂമി തന്നെ ഇല്ലാതാകാൻ പോകുന്നുള്ള പ്രചണ്ഡമായ പ്രവർത്തനങ്ങൾ നടത്തി. അതെന്തുകൊണ്ടാണെന്ന് കൂടി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം ലോകത്തുള്ള മനുഷ്യരിൽ ഏതാണ്ട് 25% വരുന്ന വെളുത്ത വർഗ്ഗക്കാരെയാണ് ഇത് ബാധിക്കുക. കാരണം വൈറ്റ് റൈസ്, നമ്മൾ ഇന്ത്യക്കാരും ആഫ്രിക്കക്കാരും ഒക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ തൊലിപ്പുറത്ത് ആവശ്യത്തിന്റെ അളവിൽ മെലാനൈസേഷൻ ഉണ്ട്. സൂര്യപ്രകാശത്തിലെ മെലാനിനെ വിറ്റാമിൻ D ഒക്കെ ആയിട്ട് ചേർത്ത് നമ്മൾ മെലനൈസ്ഡ് ആണ്. അപ്പം നമ്മുടെ തവിട്ട് നിറമുള്ള തൊലിപ്പുറമുള്ളവർക്കും കറുത്ത നിറമുള്ള ആഫ്രിക്കക്കാർക്കുമൊന്നും എന്ത് വലിയ അപകടമല്ല. അൾട്രാ വയലറ്റ് വികിരണങ്ങൾ അപകടമാണ് എങ്കിലും മറ്റതുപോലെ അത്ര അപകടമല്ല. എന്നാൽ തൊലി വെളുത്ത വർഗ്ഗക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അൾട്രാ വയലറ്റ് അവൻ്റെ ദേഹത്തെ കയറ്റി കഴിഞ്ഞാൽ അവൻ അക്ലമറ്റൈസേഷൻ അനുകൂലനമില്ലാത്തത് കൊണ്ട് തന്നെ ഭൂമിയിൽ അവൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് മനസ്സിലായ വെളുത്ത വർഗ്ഗക്കാർ, യൂറോപ്യന്മാർ, അമേരിക്കക്കാർ പെട്ടെന്ന് അവർക്ക് അവരുടെ അപകടം മനസ്സിലാവുകയും അവർ ക്ലോറോഫ്ലൂറോ കാർബണുകളെ മാർക്കറ്റിൽ നിന്ന്, വിപണിയിൽ നിന്ന് നിരോധിക്കുകയും ഈ ഓസോണിനെ നശിപ്പിക്കാത്ത വസ്തുക്കൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അതേപോലെ അപകടം പിടിച്ച ആഗോള താപനത്തിനെതിരെ ഈ വലിയ മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ നിലപാട് അത്രയും ജനകീയമല്ല, അത്രയും ശാസ്ത്രബോധത്തോടു കൂടിയുള്ളതല്ല. അവർ മൂന്നാം ലോക രാജ്യങ്ങളെയാണ് നിർബന്ധിക്കുന്നത് കാർബൺ എമിഷന്റെ കാര്യത്തിൽ. ഏറ്റവും കൂടുതൽ കാർബൺ വാതകങ്ങൾ പുറത്തു വിടുന്ന അവർ പറയുന്നത് ഇന്ത്യയും ചൈനയും ഒക്കെയാണ് പുറത്തേക്ക് വിടുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ ജനസംഖ്യ കൂടുതലാണ്, വാഹനപ്പെരുപ്പം കൂടുതലാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ വാഹനങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകളുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ മാരുതി സുസുക്കി അവരുടെ ഡീസൽ വാഹനങ്ങൾ കാറുകളിൽ നിന്ന് ഒഴിവാക്കി. അല്ലെങ്കിൽ അങ്ങനെ ഡീസൽ വാഹനങ്ങൾ അവർക്ക് ഇറക്കേണ്ടി വരുന്നാൽ BS6 പോകുമ്പോൾ വലിയ വില കൂടുതലുള്ള വാഹനങ്ങൾ വിൽക്കേണ്ടി വരും. അതുകൊണ്ട് മാരുതി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാർഗം എന്നുള്ള രൂപത്തിൽ ഡീസൽ വാഹനങ്ങൾ ഒഴിവാക്കി. അങ്ങനെ ചെയ്യാൻ ഒരുപക്ഷെ മറ്റ് കമ്പനികൾക്ക് സാധിച്ചു എന്ന് വരില്ല. മാരുതിയുടെ വിപണി തന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഒരുപക്ഷെ ഇതിലൂടെ ഉണ്ടാവുക. ഡീസൽ വാഹനങ്ങളുടെ മലിനീകരണം കുറയ്ക്കണമെങ്കിൽ വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അത് താങ്ങാനുള്ള കഴിവ് ഇന്ത്യക്കോ ചൈനയ്ക്കോ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാൽ അതിന് സാധിക്കുന്ന വിദേശ നമ്മുടെ യൂറോപ്പിലെയോ അല്ലെങ്കിൽ അമേരിക്കയിലെയോ മുതലാളിത്ത രാജ്യങ്ങളോ സാമ്പത്തിക ശക്തികളോ ഈ കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ നോക്കാം. ശബ്ദമലിനീകരണം ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങൾ ചില്ലറയൊന്നുമല്ല. എന്തായാലും കൊറോണയുടെ സമയമായതുകൊണ്ട് അത്തരം ബഹളങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് വളരെ ശാന്തമാണ്. ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ എന്നാണ്. സ്മോൾ ലെറ്റർ ഡിയും ക്യാപിറ്റൽ ലെറ്റർ ബിയുമാണ്. പ്രധാനപ്പെട്ട ശബ്ദമൊക്കെ ഒന്ന് നോക്കാം. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒച്ച എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ ശബ്ദം ഒരു പരിധിയിൽ കൂടുതൽ ഒച്ചത്തിൽ സംസാരിച്ചാൽ അത് 80 ഡെസിബൽ ആയിരിക്കും.
115 മുകളിൽ ശബ്ദം തുടർച്ചയായി കേൾക്കുന്നത് അപകടകരമാണ്. നമ്മുടെ മാനസിക നിലയെ ഇല്ലാതാക്കാം. 140 വരെ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ 140 മുകളിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പലതരത്തിലുള്ള ഡിസ്റ്റർബൻസുകൾ, അസഹ്യതകൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും അവർക്ക് വലിയ അപകടമാണ്. ഹൃദ്രോഗികളെ സംബന്ധിച്ചിടത്തോളം 140 മുകളിലുള്ള സൗണ്ട് തുടർച്ചയായി കേൾക്കുന്നത് അവരുടെ ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനത്തിനെ അപകടത്തിലാക്കും. സ്കൂട്ടർ, ട്രക്ക് തുടങ്ങിയവ 90 ഡെസിബൽ ശബ്ദത്തിലാണ് പുറത്തേക്ക് പോവുക. ഒരു ജെറ്റ് വിമാനം എത്രയോ മുകളിലൂടെയാണ് പോകുന്നതെങ്കിലും അതിൻ്റെ സൗണ്ട് ഡെസിബൽ 150 ആണ്. അതുകൊണ്ടാണ് വലിയ അപകടമില്ലാതെ നമ്മൾ പോകുന്നത്. എന്നാൽ ഒരു റോക്കറ്റ് വിക്ഷേപണ സ്ഥലത്ത് റോക്കറ്റിൻ്റെ ശബ്ദം 180 ഡെസിബലാണ്. 150, 180 ഡെസിബലൊക്കെ അടുത്ത് നിന്ന് നമ്മൾ ചെവി പൊത്താതെയോ അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ഇയർ മഫ്ലർ ഇല്ലാതെയാണ് കേൾക്കുന്നതെങ്കിൽ നമ്മുടെക്ക് ഹൃദയാഘാതം വരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി പല സ്ഥലങ്ങളിലെയും അനുവദനീയമായ ശബ്ദ മലിനീകരണത്തിന്റെ തോത് നൽകിയിട്ടുണ്ട്. ഒരു വ്യവസായ മേഖലയിൽ പകൽ 75 ഡെസിബലും രാത്രി 70 ഡെസിബലുമാണ്. കച്ചവട മേഖലയിൽ പകൽ 55 ഡെസിബലും രാത്രി 45 ഡെസിബലുമാണ്. നിശബ്ദ മേഖലയിൽ പകൽ 50ഉം രാത്രി 40ഉമാണ് ഡെസിബൽ. ഇനി കൂടുതലും നമ്മുടെ ആളുകൾ, ഇപ്പം നമ്മുടെ നഗരങ്ങളൊന്നും പ്ലാന്റ് നഗരങ്ങളല്ലാത്തത് കൊണ്ട്, ഈ പ്ലാൻ ചെയ്ത സിറ്റികൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വ്യവസായ മേഖലയിൽ തന്നെ വീട് വെക്കും. ആ വ്യവസായ മേഖലയിൽ വീടിനോടൊപ്പം തന്നെ നമ്മൾ കച്ചവടവും നടത്തും. അതുകൊണ്ട് കേരളത്തിലെ ആളുകളുടെ ആരോഗ്യത്തിനെ പറ്റി വളരെ ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചില്ലറയൊന്നുമല്ല. നമ്മുടെ ആരാധനാലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദം, അത് ബാങ്ക് വിളിക്കുന്നതായി കഴിഞ്ഞാലും അമ്പലത്തിലെ ഉച്ചഭാഷണിയായി കഴിഞ്ഞാലും ഈ കോളാമ്പിയൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതം ചില്ലറയൊന്നുമല്ല. നമ്മുടെ മനോനില തന്നെ തകർക്കുന്ന തരത്തിലായിരിക്കും ഉച്ചത്തിലുള്ള ശബ്ദം ഒരുപാട് നേരം കേൾക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോളാമ്പി പോലുള്ള ഹോണുകളൊക്കെ വെച്ച് കെട്ടുന്നത് നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. കുറഞ്ഞ ശബ്ദമുള്ള ബോക്സുകൾ, ലൗഡ് സ്പീക്കറുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് തന്നെ കൃത്യമായ കണക്കുണ്ട്. 10 മണിക്ക് ശേഷം ഒരു കാരണവശാലും ഇത്തരം ശബ്ദ മലിനീകരണ ഉച്ചഭാഷണികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ശബ്ദ മലിനീകരണത്തിൻ്റെ തോത് കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നത ഗവേഷണ സ്ഥാപനമാണ് നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നറിയപ്പെടുന്ന നാഗ്പൂരിൽ 1958 ഏപ്രിൽ 8 ആരംഭിച്ച നീറി എന്ന് വിളിക്കുന്ന നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസ്ഥിതി സൗഹൃദമായ മലിനീകരണത്തിനെ തടസ്സപ്പെടുത്തുന്ന, മലിനീകരണത്തിനെ കുറയ്ക്കുന്ന നിരവധിയായ ഉപകരണങ്ങൾ, മാതൃകകൾ, പ്രോജക്റ്റ് വർക്കുകൾ, ഗവേഷണങ്ങളൊക്കെ ഈ നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയും അങ്ങനെ പല രൂപത്തിലുള്ള യന്ത്രങ്ങളും ഉപകരണങ്ങളും മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഡിസൈൻ ചെയ്യുകയും അത് ലോകമാസകല കയറ്റി അയക്കുകയും ചെയ്യുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നീറി. ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിലുള്ള 5 സോണൽ ലാബുകളിലാണ് ഇതിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ വളരെ സംഭവബഹുലമായ ഒരുപാട് കണ്ടന്റ് ഏരിയയുള്ള ജൈവമണ്ഡലത്തിൽ ആരംഭിച്ച് നീറിയിൽ അവസാനിക്കുന്ന തുടർച്ചയായ പഠനം ആവശ്യമായ, തുടർച്ചയായ അപ്ഡേഷൻ ആവശ്യമായ വലിയൊരു പാഠഭാഗമാണ് പരിസ്ഥിതിയും പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങളും. ഇതിൻ്റെ തുടർച്ചയായി ഇനി വനവും വനപ്രദേശങ്ങളുമുണ്ട്. ഇവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആനുകാലികങ്ങൾ വായിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. നമ്മളിവിടെ പരിസ്ഥിതി കോൺഫറൻസുകളെ പറ്റി പറഞ്ഞിട്ടില്ല, അത് അടുത്ത ചാപ്റ്ററിലെ പറയൂ. അപ്പോൾ 97 ആരംഭിച്ച പരിസ്ഥിതി കോൺഫറൻസുകൾ, ക്യോട്ടോ പ്രോട്ടോക്കോളുകൾ, വട്ടമേശ സമ്മേളനങ്ങൾ, എർത്ത് സമ്മിറ്റുകൾ, ഗ്രേറ്റ തുൻബർഗിനെ പോലുള്ള ആളുകൾ നടത്തിയ പോരാട്ടം, സുന്ദർലാൽ ബഹുഗുണയുടെയും മേധാ പട്കറും നടത്തിയ പ്രക്ഷോഭങ്ങൾ, നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് വിവിധ സമയങ്ങളിൽ പാസാക്കിയ നിയമങ്ങൾ, വനം വന്യജീവി നിയമം, വായു മലിനീകരണ നിയമം, ശബ്ദ മലിനീകരണ നിയമം, ആ നിയമങ്ങളുടെ തുടർച്ചയായി വന്ന അമെൻഡ്മെൻറ്റുകളെല്ലാമാണ് നമ്മൾ അടുത്ത യൂണിറ്റിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ യൂണിറ്റിലെ ബാക്കിയുള്ള ഭാഗം കൂടി വനവിഭവങ്ങളിലും ചേരുമ്പോഴാണ് പരിസര പഠനം എന്ന എക്കോളജി പൂർണ്ണമാകുന്നത്. ആനുകാലികങ്ങളും വാർത്താമാധ്യമങ്ങളിലും ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങളും പുതിയ പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അത്തരമൊരു ഇടപെടൽ കൂടി കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം.